ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ പ്രധാന സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിജിയുടെ പ്രധാന സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയായിരുന്നു? സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധ്യക്ഷിതമായ സമ്പത്ത് വ്യവസ്ഥയാണ് ഗാന്ധി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക സമത്വം ലഘൂകരിക്കണം. ഇത്രയും കാര്യങ്ങളായിരുന്നു ഗാന്ധിജിയുടെ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക ചിന്തകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താണ് മൗലിക അവകാശങ്ങൾ? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച, സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച, സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വിശദീകരിക്കാനാണ് പറയുന്നത്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21 പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2019 ഏപ്രിൽ 1 നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവും ഗുണനിലവാരവുമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. 4. വിഷുവങ്ങൾ എന്നാൽ എന്ത്? പരിക്രമണവേളയിൽ സൂര്യരശ്മികൾ ഭൂമധ്യരേഖ ലംബമായി പതിക്കുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ. മാർച്ച് 21 വസന്ത വിഷയം, സെപ്റ്റംബർ 21 ശരത് വിഷവം. ഈ ദിവസങ്ങൾ സമരരാത്ര ദിനം എന്നും അറിയപ്പെടുന്നു. 2 അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അതാണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. 3. ഗ്രീഷ്മ അയനാന്ത ദിനം, ശൈത്യം അയനാന്ത ദിനം എന്നിവ താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ ആപേക്ഷിക സ്ഥാനം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള പകലും രാത്രിയും അനുഭവപ്പെടുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട് ദക്ഷിണരേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്നു. 6. പ്രാദേശിക സമയം എങ്ങനെ കണക്കാക്കുന്നു? സൂര്യൻ്റെ സ്ഥാനം ഒരാളുടെ തലക്ക് നേർമുകളിൽ എത്തുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി എന്നും കണക്കാക്കുന്നു. നീളം, സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്ത് പ്രാദേശിക സമയം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് വേർ ദ എക്കണോമിക് തോട്ട്സ് പുട്ട് ഫോർവേഡ് ബൈ ഗാന്ധിജി? ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള, നമ്മൾ മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിജി എൻവൈസ്ഡ് ആൻ എക്കണോമി ബേസ്ഡ് ഓൺ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അഥവാ ഡീസെൻട്രലൈസേഷനും സെൽഫ് സഫിഷ്യൻസിയും ബേസ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക തത്വങ്ങളായിരുന്നു അദ്ദേഹം മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. റൂറൽ ഇൻഡസ്ട്രീസ് നീഡ് ടു ബി നർച്ചേർഡ് ടു ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലി. മാത്രമല്ല റൂറൽ ഇൻഡസ്ട്രീസ് അതിനെ മെച്ചപ്പെടുത്തുകയും അതിലൂടെ തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസൊക്കെ കൂടുതലായിട്ട് ലോക്കലി ഏരിയയിൽ കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ്സ് ഫോർ മാർക്കറ്റിംഗ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. മാത്രമല്ല ലോക്കൽ മാർക്കറ്റ്സ് ഒക്കെ ഒന്നും കൂടെ വിപുലമാക്കുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും അവിടെയുള്ള ഗുഡ്സിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിലൂടെ ഉദ്ദേശിച്ചത്. എക്കണോമിക് ഇനീക്വാളിറ്റി ഷുഡ് ബി അലിവിയേറ്റഡ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. മാത്രമല്ല എക്കണോമിക് ഇനീക്വാളിറ്റിയിലൂടെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക, അത് അലിവിയേറ്റ് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടെ ഇതിലുണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് നാഷണലിസം? എന്താണ് നാഷണലിസം എന്ന് പറയുന്നത്?
A sense of unity emerged among Indians beyond all differences like caste, region, dress, language and culture. അഥവാ ലാംഗ്വേജിൻ്റെയോ കൾച്ചറിൻ്റെയോ ഡ്രസ്സിൻ്റെയോ റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ യാതൊരു ഡിഫറൻസും ഇല്ലാതെ ഇന്ത്യൻസ് എല്ലാവരും ഒന്നാണ്, ഒരു യൂണിറ്റിയിലാണ് എന്നുള്ളതിനെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ സ്ട്രെങ്തനിങ് ഓഫ് ഇന്ത്യൻ നാഷണലിസം? ഇന്ത്യൻ നാഷണലിസത്തിനെ ശക്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അവിടെ നിലനിന്നിരുന്നത്? എക്കണോമിക് പോളിസി, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാഷണലിസത്തിനെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് സാധിപ്പിച്ചു. ഫോർത്ത് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മിക്സ്ഡ് എക്കണോമി? എന്താണ് മിക്സ്ഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. പ്രൈവറ്റിലെയും പബ്ലിക് സെക്ടറിൻ്റെയും എന്താണ് നിലനിൽപ്പ് അല്ലേ? അതുപോലെ തന്നെ മെയിൻ ഒബ്ജക്റ്റീവ്സ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയും സോഷ്യൽ വെൽഫെയറും ആയിരുന്നു. പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ ബിക്കേം ദ മെയിൻ ഒബ്ജക്ട്സ്. ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഒരു വ്യക്തിഗതമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടുവരണം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് സ്കീംസ്. മാത്രമല്ല ഗവൺമെൻറ് സ്കീമിലൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഇത് പ്രിപ്പയർ ചെയ്യാനും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് റെഗുലേഷൻ ഓഫ് കമ്മോഡിറ്റി പ്രൈസസ് ഇൻ സെർട്ടൈൻ സെക്ടേഴ്സ്. ഗവൺമെൻറ് റെഗുലേഷൻ ഇപ്പോൾ ചില പ്രത്യേകമായിട്ടുള്ള സെക്ടറുകളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രൈസും അതുപോലെ തന്നെ റെഗുലേഷൻസൊക്കെ നിലവിൽ വരും. ഗവൺമെൻറ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. മാത്രമല്ല പ്രധാനമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഗുഡ്സിലും സർവീസസിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി കൂടെ ഉണ്ടായിരിക്കും. ഫിഫ്ത്ത് വൺ, റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഫോസ്റ്ററിങ് നാഷണലിസം ആൻഡ് പാട്രിയോട്ടിസം. അഥവാ ഈ നാഷണലിസം ആയിക്കോട്ടെ പാട്രിയോട്ടിസം ആയിക്കോട്ടെ അതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ വളർന്നു വരാൻ ന്യൂസ് പേപ്പറിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു? ന്യൂസ് പേപ്പേഴ്സ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജസ് ബിക്കേം വൈറ്റൽ പ്ലാറ്റ്ഫോം ഫോർ സ്പ്രെഡിങ് നാഷണലിസം. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജുകളിലായിക്കോട്ടെ അതിലൊക്കെ എന്താണ് നാഷണലിസം സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ അതിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലൂടെ ആയിരുന്നു നാഷണലിസം സ്പ്രെഡ് ചെയ്തിരുന്നത്. പയനിയർഡ് ബൈ രാജാറാം മോഹൻ റോയ് വിത്ത് സംബാദ് കൗമുദി and Mirat ul Akbar. These publications enabled criticisms of British policies and fostered a critical awareness against exploitation. അപ്പോൾ ഈ പറയുന്ന ഈ പബ്ലിക്കേഷൻസിലൊക്കെ വഴി എന്താണ് ഈ ബ്രിട്ടീഷ് പോളിസീസിനെ കുറിച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനും മാത്രമല്ല അവരെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് കൊണ്ടുവരാനും ഈ ഒരു പബ്ലിക്കേഷൻസിലൂടെയും ന്യൂസ് പേപ്പേഴ്സിലൂടെയും ഒക്കെ കഴിഞ്ഞു. thereby playing a crucial role in developing modern ideas and nationalistic sentiment. മാത്രമല്ല ഈ ഒരു ക്രൂഷ്യൽ റോൾ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു മോഡേൺ ഐഡിയാസും നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെയാണ് ഇതിലൂടെ അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സിക്സ്ത് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി? സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓണർഷിപ്പ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെസ്റ്റഡ് ഇൻ ദ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്ഷനിലും അതിൻ്റെ ഫാക്ടേഴ്സിലൊക്കെ ഒരു ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. സോഷ്യൽ വെൽഫെയർ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. അവിടെ എന്താണ്? സോഷ്യൽ വെൽഫെയർ ആയിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റ്സ് കൺട്രോൾ ഓവർ ദ മാർക്കറ്റിനെ മൊത്തമായിട്ട് ഗവൺമെൻറ് ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. ദ സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി യൂട്ടിലൈസേഴ്സ് റിസോഴ്സസ് കീപ്പിംഗ് ഇൻ വ്യൂ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് നാഷണൽ ഒബ്ജക്റ്റീവ്സ്. മാത്രമല്ല ഇതിനൊരു സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ അണ്ടറിലായിരുന്നു ഇതിൻ്റെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എത്രയുണ്ട്, നാഷണൽ ഒബ്ജക്റ്റീവ്സ് എത്രയുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കിയിരുന്നത്. റെഡ്യൂസിങ് ഇനീക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകത്തിലും വെൽത്തിലും ഒരു ഇനീക്വാലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യം തന്നെയായിരുന്നു. സെവൻത് വൺ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എക്കണോമി? ഒരു എക്കണോമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എക്കണോമി ഈസ് മാൻ മെയ്ഡ്. എക്കണോമി എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിതമാണ്. എക്കണോമി ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. എപ്പോഴും ചേഞ്ച് ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റാണ്. എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ എക്കണോമി കീപ് ചേഞ്ചിങ്. എക്കണോമിക് ആക്ടിവിറ്റീസിൽ എന്താണ്? എക്കണോമി ആണ് അവിടെ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഇൻ ദ എക്കണോമി. അപ്പോൾ ഒരു എക്കണോമിയിൽ പ്രധാനമായിട്ടും നടന്നിരുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസപ്ഷനും ആണ്. എയ്ത്ത് വൺ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ ഓഫ് പണ്ഡിറ്റ് രാമബായ് ഇൻ സോഷ്യൽ റിഫോം ഇൻ ഇന്ത്യ.
ഇന്ത്യയിലെ സോഷ്യൽ റിഫോമിൽ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള റിഫോമിൽ പണ്ഡിറ്റ് രാമഭായിയുടെ പങ്ക് എന്തായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. പണ്ഡിറ്റ് രാമഭായ് fought against the child marriage and started several schools for the education of widows and girls. അപ്പോൾ അദ്ദേഹം എന്താണ് പ്രധാനമായിട്ടും ഈ ഒരു ശൈശവ വിവാഹം അതുപോലെ തന്നെ സ്കൂളുകൾ തുടങ്ങുക, മാത്രമല്ല വിധവകളും പെൺകുട്ടികളും ഒക്കെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക, ഇതൊക്കെയായിരുന്നു ഇതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എന്താണ് പോരാടുകയാണ് ചെയ്തത്. ആൻ ഓർഗനൈസേഷൻ കോൾഡ് ആര്യ മഹിളാ സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചില ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഓർഗനൈസേഷനാണ് ആര്യ മഹിളാ സമാജ് എന്ന് പറയുന്നത്. എ ഷെൽട്ടർ കോൾഡ് എ ശാരദ സദൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ് ആൻഡ് എ പ്രൊജക്ട് കോൾഡ് എ മുക്തി മിഷൻ വാസ് സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ വുമൻ. അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു ശാരദ സദൻ എന്ന് പറയുന്ന ഒരു ഷെൽട്ടർ, ഒരു സദനം പോലെ അവിടേക്ക് ഈ ഒരു വിഡോസിനും ഗേൾസിനും ഒക്കെ വരാനുള്ള ഒരു സ്ഥലമായിട്ട് ഒരു വീട് പോലെ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ പോലെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല മുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റും കൂടെ അദ്ദേഹം സ്ത്രീകളുടെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷീ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ ബോംബെ ഇൻ 1889. 1889 ബോംബെയിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 9ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി? ഒരു ക്യാപിറ്റലിസ്റ്റ്, ഒരു മുതലാളിത്ത എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓൾ പേഴ്സൺസ് ഹാവ് ദ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി. എല്ലാവർക്കും അവരുടേതായ പ്രോപ്പർട്ടി ഉണ്ടാവും. മാക്സിമം പ്രോഫിറ്റ് ആയിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ്. ഗവൺമെൻറ് കൂടുതലായിട്ട് അതിൽ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഇടപെടുകയൊന്നും ചെയ്യില്ലായിരുന്നു. ഇൻഡിവിജ്വൽസ് ക്യാൻ സ്റ്റോർ റിസോഴ്സ് ആൻഡ് യൂസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ദേ വാണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ എന്ത് സർവീസാണോ അവർക്ക് വേണ്ടത്, എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവർക്ക് റിസോഴ്സസും സ്റ്റോറുകളൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ദ കൺസ്യൂമർ ഹാസ് കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ദ മാർക്കറ്റ്. കൺസ്യൂമറിനായിരുന്നു ആ മാർക്കറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ എമംഗ് ഇൻഡസ്ട്രീസ് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എന്തായാലും നന്നായിട്ട് പഠിക്കുക. കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, കുറച്ച് നോട്ട്സും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.